ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രോമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ഒരു ഞെട്ടിക്കുന്ന ഒരു പ്രോമോ വന്നിട്ടുണ്ട്. ആദ്യം കണ്ടപ്പോൾ വലിയ ഞെട്ടലായിട്ടൊക്കെ ഫീൽ ചെയ്തു കേട്ടോ. കാരണം മിഡ് വീക്ക് എവിക്ഷൻ ആദില പുറത്തേക്ക് പോകുന്നു എന്നൊക്കെ കേട്ടപ്പോൾ നല്ല ഞെട്ടൽ ഫീൽ ചെയ്തിരുന്നു. ഇതെന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയുള്ള ഒരു ക്യൂരിയോസിറ്റി ഒക്കെ തോന്നിയിരുന്നു. ആ ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാൻ പ്രോമോയെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ആര്യനും അനീഷും തമ്മിൽ ഒരു വമ്പൻ ഫൈറ്റ് നടക്കും വൈകുന്നേരം. അത് അനീഷ് ജയിലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ആര്യനുമായിട്ട് നല്ല ഒന്നാമതായിട്ട് തന്നെ അടിയിടാൻ ചാൻസ് ഉണ്ട്. പറയുന്ന ഇതാണ്, എനിക്ക് കാശുണ്ട് അതുകൊണ്ട് എനിക്ക് വോട്ടുകൾ വീഴും എന്ന് ആര്യൻ പറഞ്ഞതായിട്ട് അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ ആര്യൻ റേസ് ആയിട്ട് പറഞ്ഞു അനീഷെ അനാവശ്യം പറയരുതെന്ന് പറഞ്ഞ് കൈയൊക്കെ ചൂണ്ടി സംസാരിക്കുന്നുണ്ട്. പിന്നെ ഷാനവാസ് ആദിലെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഈ മിഡ് വീക്ക് എവിക്ഷന്റെ ഭാഗമായിട്ട് ഒരാളെ പുറത്തേക്ക് പോകാൻ തെരഞ്ഞെടുക്കുക എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ടാവും. അപ്പൊ ഷാനവാസ് ആദിലയുടെ പേര് പറയുന്നുണ്ട്, അക്ബറും മാരീനും ഒക്കെ എല്ലാവരും ആദിലയുടെ പേര് പറയുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ആദില ബിഗ് ബോസ് ഹൗസിന് പുറത്തേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണും കുറച്ചു നേരത്തിനുള്ളിൽ. പ്രധാന വാതിൽ വഴി ആദില പുറത്തേക്ക് വരിക എന്നാണ് ബിഗ് ബോസ് പറയാനായിട്ട് പോകുന്നത്. ഈ പ്രോമോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. ഇതൊരു പ്രാങ്ക് തന്നെയാണ് കേട്ടോ. കാരണം സീസൺ 5 നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ശോഭയെ ഇതേപോലെ ബിഗ് ബോസ് പുറത്തേക്ക് വിടാൻ പോവാണെന്ന് പറഞ്ഞിട്ട് പ്രാങ്ക് ചെയ്ത് പറ്റിച്ചതാണ്. അതേപോലെ തന്നെ ഒരു സംഭവം ആയിരിക്കാനാണ് സാധ്യത. അതും 75th ഡേ ആയിരുന്നു, 75ാമത്തെ ദിവസമാണ് അങ്ങനെ ഒരു സംഭവം നടന്നത്. ഈ സീസണിലും ഇങ്ങനെ നടക്കുന്നത് നമുക്ക് പറ്റില്ല എന്നൊന്നും പറഞ്ഞ് പാടെ തള്ളിക്കളയാനൊന്നും പറ്റില്ല. കാരണം ബിഗ് ബോസ് ആണ്. ചിലപ്പോ ഇറക്കി വിടാനും സാധ്യതയുണ്ട് കേട്ടോ. ഞാനിത് പ്രോമോ കണ്ടിട്ട് അങ്ങനെ അങ്ങ് പറയുമൊന്നുമല്ല, സ്പോയിലർ തരുമൊന്നുമല്ല. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഞാൻ പറയുന്നു എന്ന് മാത്രം. സീസൺ 5 നടന്നിട്ടുള്ളതാണ്. അപ്പൊ അതാണ് പ്രാങ്ക് എന്ന് പറയുന്നത്. പ്രാങ്ക് ആയിരിക്കില്ല, ചിലപ്പോൾ പ്രാങ്ക് ആയിരിക്കാം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.